ക്യാബിനറ്റ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കാരിത്താസ് ഹോസ്പിറ്റൽ, കോട്ടയം. കാരിത്താസ് ഹോസ്പിറ്റൽ, ബെസ്റ്റ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഇൻ സെൻട്രൽ ട്രാവൻകൂർ. നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കിഴിവ് കൂടുതൽ വേണമെന്ന മില്ലുടമകളുടെ പിടിവാശി. കൊയ്തെടുത്ത നെല്ല് സംഭരിക്കാത്തത് കർഷകരെ പ്രതിസന്ധിയിലാക്കും. പാടവരമ്പത്ത് കൊയ്തിട്ടിരിക്കുന്നത് ടൺ കണക്കിന് നെല്ല്. കോട്ടയം ജില്ലയിലെ തോടുകളിലും വേമ്പനാട്ട് കായലിലും പോള നിറഞ്ഞു. ബോട്ട് ഗതാഗതം ബുദ്ധിമുട്ടിൽ. പോള നീക്കാൻ കൃത്യമായ നടപടി വേണമെന്ന് ബോട്ട് ജീവനക്കാർ. കോടിമത ബോട്ട് ജെട്ടിയിലും പോള നിറഞ്ഞു. ചേനപ്പാടി, കരിമ്പുകയം, ചെക്ക് ഡാമും പരിസരവും കാഴ്ച ഭംഗി നിറഞ്ഞ് മനോഹരമായി. 300 മീറ്ററോളം നദീതീരത്ത് വോക്ക് വേ, ഇരിപ്പിടങ്ങളും സജ്ജം. അരുവിത്രപ്പള്ളിയിൽ ഈ മാസം 22-ന് തിരുനാളിന് കൊടിയേറും. 23-ന് രാത്രി പ്രദക്ഷിണം. ഒരുക്കങ്ങളായി. വാർത്തകൾ വിശദമായി. മില്ലുടമകളുടെ പിടിവാശി മൂലം കൊയ്തെടുത്ത നെല്ല് സംഭരിക്കാത്തതിൽ ജില്ലയിൽ കർഷകർ പ്രതിസന്ധിയിൽ. ജില്ലയിൽ ചെറുതും വലുതുമായ 420 പാടങ്ങളിലാണ് പുഞ്ചകൃഷി നടത്തിയത്. മില്ലുകൾ ആവശ്യപ്പെടുന്ന കിഴിവ് നൽകാൻ കഴിയില്ലെന്ന് കർഷകർ പറയുന്നു. മില്ലുടമകളുടെ പിടിവാശി മൂലം കൊയ്തെടുത്ത നെല്ല് സംഭരിക്കാനാകാത്തതിലും നേരത്തെ സംഭരിച്ച നെല്ലിന്റെ പണം എപ്പോൾ കിട്ടുമെന്ന് വ്യക്തതയില്ലാത്തതിനാലും ജില്ലയിലെ നെൽകർഷകർ കടുത്ത ദുരിതത്തിൽ. ചെറുതും വലുതുമായി 420 പാടങ്ങളിലാണ് ഇത്തവണ പുഞ്ചകൃഷി ഇറക്കിയത്. മില്ലുകാർ ആവശ്യപ്പെടുന്ന കിഴിവ് നൽകിയാൽ വലിയ നഷ്ടം ഉണ്ടാകുമെന്ന് കർഷകർ പറയുന്നു. 58,323 ടൺ നെല്ല് ഇക്കുറി ജില്ലയിൽ നിന്നും സംഭരിക്കാനാവുമെന്നാണ് സപ്ലൈകോയുടെ പ്രതീക്ഷ. 46,893 ടൺ നെല്ല് സംഭരിക്കാൻ 28 മില്ലുകാർക്ക് അനുമതിയും നൽകിയിട്ടുണ്ട്. കൊയ്ത്ത് കഴിഞ്ഞ് പാടവരമ്പത്ത് കൂട്ടിയിട്ടിരിക്കുകയാണ് ടൺ കണക്കിന് നെല്ല്. ഇത് കൃത്യമായി സംഭരിച്ചില്ലെങ്കിൽ മഴ വന്നാൽ നെല്ല് നനഞ്ഞ് കുതിർന്നു പോകുമെന്ന് കർഷകർ ആശങ്കപ്പെടുന്നു. സർക്കാരും മില്ലുടമകളും പാടി ഓഫീസർമാരും കിഴിവ് കൊള്ളയ്ക്കായി ഒത്തുകളിക്കുകയാണെന്ന് കർഷകർ പറയുന്നു. കുട്ടനാട്ടിലെയും അപ്പർ കുട്ടനാട്ടിലെയും നെൽ കാർഷിക മേഖലയിലെ വലിയ പ്രതിസന്ധിയുടെ നടുക്കാണ് ഇപ്പോൾ നിൽക്കുന്നത്. നെല്ലെടുക്കാൻ ആളില്ലാത്ത അവസ്ഥ, നെല്ല് സംഭരിക്കേണ്ട ഗവൺമെന്റ് സംഭരിക്കാത്ത അവസ്ഥ, സംഭരിക്കാൻ തയ്യാറാവാതെ നിൽക്കുന്ന മില്ലുകാരോട് നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്ന സർക്കാരും മില്ലുകാരും പാടി ഉദ്യോഗസ്ഥന്മാരും ചേർന്നുള്ള വലിയ ഒരു കിഴിവ് കൊള്ളയ്ക്ക് വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് കർഷകരുടെ നെല്ലെടുക്കാത്തത്. ഗുണനിലവാരമുള്ള നെല്ലിന് പോലും ക്വിന്റലിന് 4 മുതൽ 20 കിലോ വരെ കിഴിവാണ് മില്ലുടമകൾ ആവശ്യപ്പെടുന്നത്. കൂടാതെ 1300 കോടിയോളം രൂപ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് നൽകാനുമുണ്ട്. ഈ പണം ലഭിക്കാനുള്ള കാലതാമസവും പ്രതിസന്ധിക്ക് കാരണമാകുന്നു. കിഴിവിന്റെ പേരിലുള്ള മില്ലുകാരുടെ പിടിവാശിയും സംഭരിച്ച നെല്ലിന് ബാങ്കിൽ നിന്ന് എപ്പോൾ പണം ലഭിക്കുമെന്നതുമാണ് കർഷകരെ വലയ്ക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം ജില്ലയിലെ തോടുകളിലും വേമ്പനാട്ട് കായലിലും പോള നിറഞ്ഞതോടെ ജലഗതാഗതം സ്തംഭനാവസ്ഥയിൽ. കോട്ടയം ആലപ്പുഴ ബോട്ട് സർവീസിനെയും പോള ഗുരുതരമായി ബാധിച്ചു. കോടിമതയിലെ ബോട്ട് ജെട്ടി ഭാഗത്ത് കായലിൽ നിറയെ പോളയാണ്. കോടിമതയിലെ ബോട്ട് ജെട്ടി ഭാഗത്ത് കായലിലെ പോള നിറഞ്ഞത് കോട്ടയം ആലപ്പുഴ ബോട്ട് സർവീസിനെ സാരമായി ബാധിക്കുന്നു. കൊടൂരാറിൽ നിന്ന് ഒഴുകിയെത്തുന്ന പോള ഇവിടെ നിറഞ്ഞിരിക്കുകയാണ്. പോള നിറഞ്ഞതിനാൽ കായലിലൂടെയുള്ള യാത്ര ബുദ്ധിമുട്ടാണെന്ന് ബോട്ട് ജെട്ടി അധികൃതരും പറയുന്നു. ബോട്ടിന്റെ പ്രൊപ്പല്ലറിൽ പോള കുരുങ്ങി തകരാറുണ്ടാകുന്നതും പതിവ് സംഭവമാണ്. പോള നിറഞ്ഞു കിടക്കുമ്പോൾ വെള്ളത്തിൽ തടിയോ മറ്റെന്തെങ്കിലും വസ്തുക്കളോ ഉണ്ടോ എന്ന് അറിയാനും കഴിയില്ല. യാത്രക്കിടെ ഇങ്ങനെ തടസ്സം നേരിടുമ്പോൾ ജീവനക്കാർ കായലിലിറങ്ങി തടസ്സം നീക്കി യാത്ര ചെയ്യേണ്ട സാഹചര്യമാണ് ഉള്ളത്. ദിവസവും നിരവധി തവണ പോളയും പുല്ലും ബോട്ടിന്റെ പ്രൊപ്പല്ലറിൽ കുടുങ്ങി ബോട്ട് നിന്നു പോകുന്നുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ബോട്ട് ജെട്ടിയുടെ മുൻഭാഗത്താണ് പോള നിറഞ്ഞിരിക്കുന്നത്. അതിനാൽ ബോട്ടുകൾ തിരിക്കാനും ബുദ്ധിമുട്ടാണ്. ഇവിടുന്ന് കോട്ടയം മുതൽ കാഞ്ഞിരം വരെ ഭയങ്കരമായ പോള മാത്രമല്ല, നമ്മുടെ ഈ ചാക്കും അതുപോലെ പടുത വലകൾ, പഴയ വലകൾ ആൾക്കാരുടെ അടുത്ത് നമ്മുടെ ഈ ആറ്റിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ തടികൾ, ഒഴുകി വരുന്ന തടികൾ, ഇതെല്ലാം നമ്മുടെ ബോട്ടിനെ കേടുപാടുണ്ടാക്കുന്നതാണ്. ഇപ്പോൾ തന്നെ ഈ കഴിഞ്ഞ ദിവസം അങ്ങനെ കേടുപാടുണ്ടായിട്ട് ഒരു 3-4 ദിവസം നമ്മുടെ ഇവിടുന്ന് ട്രിപ്പ് ഇല്ലാത്ത ഒരവസ്ഥയാണ്, ബോട്ടില്ലാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ തടികൾ വന്നിട്ട് നമ്മുടെ ഈ പലകയിൽ ഇടിച്ചിട്ട്, ഇത് പല കൊണ്ടുണ്ടാക്കിയ ബോട്ടാണല്ലോ, അപ്പോൾ അതിൽ വന്നിട്ട് ശക്തമായിട്ട് ഇടിക്കുകയും അതിന് ചെറിയ കേടുപാടുകൾ ഉണ്ടാകുകയും അങ്ങനെ അതുപോലെ തന്നെ പ്രൊപ്പല്ലറെ ഇടിക്കുകയും അത് ഒടിഞ്ഞു പോവുകയൊക്കെ ചെയ്യും. അങ്ങനെയുള്ള കേടുപാടുകൾ സംഭവിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ഇതുപോലെയുള്ള സമയങ്ങളിൽ
നമുക്ക് ബോട്ട് ട്രിപ്പ് ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ട്. ഗതാഗത തടസ്സമുണ്ടാക്കിയതോടെ പോള നീക്കം ചെയ്യൽ ആരംഭിച്ചിരുന്നു. ചില സമയങ്ങളിൽ 2 യന്ത്രങ്ങൾ പോള നീക്കാനുണ്ടാകും. കഴിഞ്ഞ ദിവസം ഒരു യന്ത്രം മാത്രമാണ് പോള നീക്കാൻ ഉണ്ടായിരുന്നതെന്നും ബോട്ട് ജെട്ടി ജീവനക്കാർ പറഞ്ഞു. വാരി മാറ്റുന്നതിനനുസരിച്ച് വീണ്ടും പോള വന്ന് നിറയുകയാണ്. വരും ദിവസങ്ങളിൽ തണ്ണീർമുക്കം ബണ്ടിന്റെ ഷട്ടറുകൾ തുറക്കുന്നതോടെ പോള ഒഴുകിപ്പോകുമെന്ന കണക്കുകൂട്ടലാണ് ഉള്ളത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മനോഹര ദൃശ്യമായി ചേനപ്പാടി കരിമ്പുകയത്തെ ചെക്ക് ഡാമും പരിസരവും. പ്രകൃതിയെ അറിഞ്ഞ് മണിമലയാർ കണ്ട് സമയം ചെലവഴിക്കാൻ കരിമ്പുകയത്തേക്ക് എത്തുന്നവർ നിരവധിയാണ്. പ്രകൃതി കനിഞ്ഞൊരുക്കിയ മനോഹര ദൃശ്യമായി ചേനപ്പാടി കരിമ്പുകയം ചെക്ക് ഡാമും പരിസര പ്രദേശങ്ങളുമാണ് ഇപ്പോൾ ഏവരെയും ആകർഷിക്കുന്നത്. കരിമ്പുകയം പാലത്തിന് സമീപം മണിമലയാറിന്റെ തീരത്ത് 300 മീറ്ററിൽ വോക്ക് വേ നിർമ്മിച്ചിട്ടുണ്ട്. ഇവിടെ ഇരിപ്പിടങ്ങളുമുണ്ട്. അപകടമില്ലാതെ വോക്ക് വേയിലൂടെ സഞ്ചരിക്കാൻ സുരക്ഷാ വേലികളും തീർത്തിട്ടുണ്ട്. കരിമ്പുകയം പാലത്തിന് മുകൾ വശം ആഴമുള്ള പ്രദേശമാണ്. ഇവിടെ ശുദ്ധജല പദ്ധതിക്കായി വെള്ളം ശേഖരിക്കുന്നതിന് ജലസംഭരണിയുമുണ്ട്. പാലത്തിന്റെ താഴെഭാഗത്തായാണ് വോക്ക് വേ. പച്ചപ്പ് നിറഞ്ഞ പ്രദേശവും ഗ്രാമാന്തരീക്ഷവും ഇവിടെ പ്രകൃതി ഒരുക്കിയ കാഴ്ചയായി മാറുന്നു. മണിമലയാറും ചുറ്റുമുള്ള മരങ്ങളും പ്രദേശത്തെ സഞ്ചാരികളുടെ ഇഷ്ടസ്ഥലമാക്കി മാറ്റുന്നു. ചെക്ക് ഡാമിൽ നീന്താനെത്തുന്നവരും ഏറെയാണ്. കാഞ്ഞിരപ്പള്ളി ചേനപ്പാടി റോഡ് വഴി ഇവിടെ എത്തിച്ചേരാം. കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും 5 കിലോമീറ്റർ ദൂരമാണ് ചേനപ്പാടി കരിമ്പുകയത്തേക്കുള്ളത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. അരുവിത്തുറ സെന്റ് ജോർജ് തീർത്ഥാടന ദേവാലയത്തിൽ തിരുനാളിന് ഈ മാസം 22-ന് കൊടിയേറും. 23-നാണ് പ്രസിദ്ധമായ രാത്രി പ്രദക്ഷിണം. തിരുനാളിന്റെ അവസാനവട്ട ഒരുക്കങ്ങൾ വിലയിരുത്താനായി അവലോകന യോഗം ചേർന്നു. അരുവിത്തുറ തിരുനാളിന്റെ അവസാനവട്ട ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി അരുവിത്തുറ സെന്റ് ജോർജ് തീർത്ഥാടന ദേവാലയത്തിൽ അവലോകന യോഗം ചേർന്നു. പാലാ RDO മുഹമ്മദ് സഫീറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പൂഞ്ഞാർ MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, അരുവിത്തുറ ഫെറോണപ്പള്ളി വികാരി ഫാദർ മാത്യു ചന്ദ്രകുന്നേൽ, ഈരാറ്റുപേട്ട മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് PV നാസർ തുടങ്ങിയവർ നേതൃത്വം നൽകി. യോഗത്തിൽ ജനപ്രതിനിധികൾ, കേരള പോലീസ്, എക്സൈസ്, ഫയർഫോഴ്സ്, KSCB, ആരോഗ്യ വിഭാഗം, റവന്യൂ, വാട്ടർ അതോറിറ്റി, കേരള ഇലക്ട്രിസിറ്റി ബോർഡ്, പൊതുമരാമത്ത്, റോഡ് വിഭാഗം തുടങ്ങി വിവിധ വകുപ്പുകളെ പ്രതിനിധീകരിച്ച ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. കുറ്റമറ്റ രീതിയിൽ മികച്ച സൗകര്യങ്ങൾ തിരുനാളിനായി ഒരുക്കുമെന്ന് പാലാ RDO അറിയിച്ചു. ചരിത്രപ്രസിദ്ധമായ അരുവിത്തുറ തിരുനാളിന് 22-ന് കൊടിയേറും. 23-ന് ചരിത്രപ്രസിദ്ധമായ രാത്രി പ്രദക്ഷിണവും 24-ന് പകൽ പ്രദക്ഷിണവും അരങ്ങേറും. പ്രധാന തിരുനാൾ ദിനങ്ങളിൽ വിവിധ കലാപരിപാടികളുമുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലാ. കലുങ്കു നിർമ്മാണത്തിന്റെ ഭാഗമായി താൽക്കാലികമായി ഗതാഗതം നിരോധിച്ച മണിമല റോഡ് തുറന്നു നൽകി. ഇതോടെ ഇതുവഴി ഭാരവാഹനങ്ങൾ പോയി തുടങ്ങി. കാഞ്ഞിരപ്പള്ളി കുളത്തൂർമൂഴി റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. കലുങ്കു നിർമ്മിക്കുന്നതിനായി താൽക്കാലികമായി ഗതാഗതം നിരോധിച്ച മണിമല മണ്ണാറക്കയം റോഡ് തുറന്നു നൽകി. കാഞ്ഞിരപ്പള്ളി കുരിശുകവലയ്ക്കും മണ്ണാറക്കയത്തിനും ഇടയിലുള്ള കലുങ്കിന്റെ നിർമ്മാണം പൂർത്തിയായതോടെയാണ് ഇതുവഴി ഭാരവാഹനങ്ങൾ കടന്നുപോകാൻ തുടങ്ങിയത്. കാഞ്ഞിരപ്പള്ളി കുളത്തൂർമൂഴി റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനമാണ് ഇവിടെ നടന്നുവരുന്നത്. പഴയ കലുങ്കിന്റെ ഒരു വശം പൊളിച്ചപ്പോൾ കലുങ്ക് പൂർണ്ണമായും അപകടാവസ്ഥയിലായതോടെയാണ് പൂർണ്ണമായും പൊളിച്ച് ഗതാഗതം നിരോധിച്ചിരുന്നത്. പ്രദേശവാസികളുടെ യാത്രാക്ലേശം പരിഗണിച്ചാണ് റോഡ് തുറന്നത്. എന്നാൽ റോഡ് നിർമ്മാണം അശാസ്ത്രീയമാണെന്ന് നാട്ടുകാർ പറയുന്നു. കാഞ്ഞിരപ്പള്ളിയിൽ റോഡിന്റെ തുടക്കത്തിലുണ്ടായിരുന്ന വീതി 14 മീറ്റർ ആയിരുന്നപ്പോൾ വാളക്കയം ഭാഗത്തെത്തിയപ്പോൾ അത് 7.5 മീറ്ററായി ചുരുങ്ങിയെന്ന് നാട്ടുകാർ പറയുന്നു. 88 കോടിയിലധികം രൂപയാണ് ഈ റോഡിന് അനുവദിച്ചിട്ടുള്ളത്. എന്നാൽ നല്ല നിലയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളല്ല നടക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. ഒരു കാഞ്ഞിരപ്പള്ളി തുടങ്ങുമ്പോൾ ഇതിന് 14 മീറ്റർ എന്നാണ് ആദ്യം പറഞ്ഞു കേട്ടത്. ഇത് 10 മീറ്ററായി. ഇപ്പോൾ ഇങ്ങനെ ചെറുക്കട് വന്ന് വാളക്കയൊക്കെ ആകുമ്പോഴത്തേക്കും അത് 7.5 മീറ്ററൊക്കെ ആയി വരുന്നുണ്ട്. അശാസ്ത്രീയമായിട്ട് തന്നെയാണ് പണിയെന്നാണ് എല്ലാവരുടെ കണക്ക്. ഇത് ഏതാണ് ഡിപ്പാർട്ട്മെൻറ്റ് പരാതി കൊടുക്കാനായിട്ട് നാട്ടുകാർ അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ കലുങ്കാണെങ്കിൽ തന്നെ 3 മാസമായി വാർത്തിട്ട് അതിൻ്റെ ബാക്കി പൊളിച്ചിട്ട് ഇപ്പുറത്തെ സൈഡിൽ കൂടെ വണ്ടി ഓടിച്ചിട്ട് ചെയ്യാവുന്നതാണ്. വാളക്കയം ഭാഗത്ത് 2 കലുങ്ക് നിലവിലുള്ള വെള്ളം ഒത്തിരി വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമുണ്ട്. അവിടെ ഒന്നും കലുങ്ക് ഇല്ലാതെ തന്നെ മൊത്തത്തിൽ മെറ്റിൽ വിരിച്ചിരിക്കുകയാണ്. അതുപോലെ കാരയ്ക്കാൻ പറ്റുന്ന 3-ാം മൈലിലേക്ക് വരുന്ന ഭാഗത്ത് ഒരു കലുങ്കിനെ എന്തൊക്കെയോ വേണോ വേണ്ടയോ എന്ന് ആലോചിച്ച് നിൽക്കുന്ന അവസ്ഥയാണ്. ഇവിടെ ഈ റോഡിന് പൊതുവേ വെള്ളക്കെട്ട് ഉള്ള റോഡാണ്. പല മേഖലയിലും ഏതാണ്ട് കൂടുതൽ കലുങ്കുകളൊക്കെ അനുവദിച്ചാണ് 88 കോടി രൂപയാണ് ഇതിന് അനുവദിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ആ രീതിയിൽ നല്ല നിലയിലേക്ക് പണി വരുവാനായിട്ടുള്ള നടപടി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകണം. വാളക്കയത്ത് നിലവിൽ തന്നെ 2 കലുങ്ക് ഇല്ല. അതിനെക്കുറിച്ച് അടിയന്തരമായിട്ട് ശ്രദ്ധ വഹിച്ചു. അതുപോലെ ഓട എന്ന് പറയുന്നത് വാളക്കയം ഭാഗത്തു നിന്നും ഓടയുണ്ടാകാൻ പോകുന്നില്ലെന്ന് തോന്നുന്നു. റോഡിന് ഏറ്റവും അത്യാവശ്യം ഓടകളാണ്, ഡ്രെയിനേജ് വേണം. അതുപോലെ ആ 2 കലുങ്ക് നിലവിൽ അടഞ്ഞിട്ടുണ്ട്. എത്രയും അടിയന്തരമായിട്ട് ആ കലുങ്കിൻ്റെ ഭാഗം ശ്രദ്ധിക്കുക. ഇവിടെ 2 കലുങ്ക് വേണ്ടതാണ്. വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളാണ്, നാട്ടുകാർക്ക് അറിയാവുന്നതാണ്. അതല്ലെങ്കിൽ ഇതിൻ്റെ പരിസ്ഥിതി വെച്ച് നോക്കി എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ ഇതിൻ്റെ വീതി കുറഞ്ഞു പോയെന്നാണ് പറയുന്നത്. 8 മീറ്ററോ 7.5 മീറ്ററോ ഒക്കെ ആയി വരികയാണ് മണനാലിലേക്ക് ചെല്ലുമ്പോൾ. അങ്ങനെ ഒരു ദുരവസ്ഥ ഉണ്ടാകാതെ ഇതിന് മുടക്കുന്ന കാശ് നാട്ടുകാർക്ക് ഗുണം ചെയ്യുന്ന പൊതുവഴിയാണ്.
വളരെ കാലം ഒത്തിരി കാലം മനുഷ്യ ദുരിതം അനുഭവിച്ച റോഡാണ്. അതുകൊണ്ടാണ് നമുക്കൊക്കെ താല്പര്യമുള്ളതുകൊണ്ടാണ് പറയുന്നത്. നല്ല നിലയിലേക്ക് ഇത് കൊണ്ടുവന്നു. ഇതിനൊക്കെ അശാസ്ത്രീയമായ എന്തൊക്കെയോ കുഴപ്പമുണ്ട്. ഇതിപ്പോൾ അധികമായി ഓടിക്കാതെ തന്നെ നിന്ന് പോകുന്ന ലക്ഷ്യത്തിലാണ് കേൾക്കുന്നത്. അതൊന്നും വരാതെ ഈ റോഡിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രാപ്തമാകണമെന്ന് ആഗ്രഹിക്കുന്നു. കാഞ്ഞിരപ്പള്ളി മുതൽ മണ്ണനാനി വരെയുള്ള 6.862 കിലോമീറ്റർ ഭാഗവും മണിമല മുതൽ കുളത്തൂർമൂഴി വരെയുള്ള 11.5 കിലോമീറ്റർ ഭാഗവും ചേർന്നുള്ള 18.362 കിലോമീറ്ററാണ് നവീകരിക്കുന്നത്. റോഡിന്റെ മധ്യത്തിലായി വരുന്ന മണ്ണനാനി മുതൽ മണിമല വരെയുള്ള ഭാഗം പുനലൂർ മൂവാറ്റുപുഴ റോഡിന്റെ ഭാഗമായി നേരത്തെ പൂർത്തിയാക്കിയിരുന്നു. കാഞ്ഞിരപ്പള്ളി മുതൽ മണ്ണനാനി വരെയുള്ള ഭാഗത്ത് ചെറുതും വലുതുമായ 32 കലുങ്കുകളാണ് നിർമ്മിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. പഞ്ചായത്ത് കുളത്തിൽ ശുചിമുറി മാലിന്യം തള്ളി സാമൂഹ്യ വിരുദ്ധർ. ഭരണങ്ങാനം അല്ലാപ്പാറ ഇളന്തോട്ടം ഭാഗത്തുള്ള കുടുംബങ്ങൾ കുടിവെള്ളത്തിനായി ആശ്രയിച്ചിരുന്ന കുളമാണിത്. പഞ്ചായത്ത് കുളത്തിൽ ശുചിമുറി മാലിന്യം തള്ളി സാമൂഹ്യ വിരുദ്ധർ. കഠിനമായ വേനൽക്കാലത്ത് അല്ലപ്പാറ ഇളന്തോട്ടം ഭാഗത്തുള്ള നിരവധി കുടുംബങ്ങൾ കുടിവെള്ളത്തിനും മറ്റ് ഗാർഹിക ആവശ്യങ്ങൾക്കും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചായത്ത് കുളത്തിലാണ് സാമൂഹ്യ വിരുദ്ധർ ശുചിമുറി മാലിന്യങ്ങൾ തള്ളിയത്. കഴിഞ്ഞ രാത്രി ഭരണങ്ങാനം പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ശുചിമുറി മാലിന്യം തള്ളിയിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ ഹൈവേയിലൂടെ കടന്നുപോകുന്ന ശുചിമുറി ടാങ്കർ ലോറികൾ പോലീസ് പട്രോളിംഗ് സംഘം പരിശോധിക്കണമെന്നും കുറ്റക്കാർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും പഞ്ചായത്ത് മെമ്പർ ജൽസമ്മ ജോർജ് കുട്ടി വാൾപ്ലാക്കലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പൗരസമിതി യോഗം ആവശ്യപ്പെട്ടു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് പ്ലാക്കോടം, പഞ്ചായത്ത് മെമ്പർമാരായ വിനോദ് ചെറിയാൻ വേർനാനി, സെന്റ് തേക്കൻകാട്ടിൽ തുടങ്ങിയവരും പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാല. രോഗിയെ പൂർണ്ണമായി ബോധം കെടുത്താതെയുള്ള അതീവ സങ്കീർണമായ എവേക് ക്രാനിയോട്ടമി ശസ്ത്രക്രിയ ചേർപ്പൊങ്കൽ മാർസ്ലിവ മെഡിസിറ്റിയിൽ പൂർത്തിയാക്കി. തലച്ചോറിൽ ചലന നിയന്ത്രണ മേഖലയ്ക്ക് സമീപം ട്യൂമർ ബാധിച്ച 27-കാരിക്കാണ് പൂർണ്ണമായും മയക്കാതെ ബോധാവസ്ഥയിൽ ശസ്ത്രക്രിയ നടത്തിയത്. ന്യൂറോ സർജറി ആൻഡ് സ്പൈനൽ സർജറി വിഭാഗം മേധാവി ഡോക്ടർ സരീഷ് കുമാർ MK നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘമാണ് ശസ്ത്രക്രിയ നടത്തിയത്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പാട്ടുപാടുകയായിരുന്നു രോഗി. ഇതിനാൽ തന്നെ സംസാരശേഷിയിലോ ചലനശേഷിയിലോ യാതൊരു തകരാറും സംഭവിക്കാതെ തന്നെ ശസ്ത്രക്രിയ പൂർത്തിയാക്കാൻ കഴിഞ്ഞു. രോഗി ആശുപത്രി വിട്ടു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കിഴിവ് കൂടുതൽ വേണമെന്ന മില്ലുടമകളുടെ പിടിവാശി. കൊയ്തെടുത്ത നെല്ല് സംഭരിക്കാത്തത് കർഷകരെ പ്രതിസന്ധിയിലാക്കും. പാടവരമ്പത്ത് കൊയ്തിട്ടിരിക്കുന്നത് ടൺ കണക്കിന് നെല്ല്. കോട്ടയം ജില്ലയിലെ തോടുകളിലും വേമ്പനാട്ട് കായലിലും പോള നിറഞ്ഞു. ബോട്ട് ഗതാഗതം ബുദ്ധിമുട്ടിൽ. പോള നീക്കാൻ കൃത്യമായ നടപടി വേണമെന്ന് ബോട്ട് ജീവനക്കാർ. കോടിമത ബോട്ട് ജെട്ടിയിലും പോള നിറഞ്ഞു. ചേനപ്പാടി, കരിമ്പുകയം, ചെക്ക് ഡാമും പരിസരവും കാഴ്ച ഭംഗി നിറഞ്ഞ് മനോഹരമായി. 300 മീറ്ററോളം നദീതീരത്ത് വോക്ക് ഇരിപ്പിടങ്ങളും സജ്ജം. അരുവിത്രപ്പള്ളിയിൽ ഈ മാസം 22-ന് തിരുനാളിന് കൊടിയേറും. 23-ന് രാത്രി പ്രദക്ഷിണം. ഒരുക്കങ്ങളായി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.